പറഞ്ഞൊക്കെ കിട്ടുമെന്തോ. മാത്രല്ല പോയിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം വേണ്ടളിയാ. ആരെ കൊന്നിട്ടാണല്ലോ അവൻ കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവമേ, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത്താണ് എല്ലാം ഐശ്വര്യമായിട്ടൊക്കെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കൂറ പോണാണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോണ സ്വഭാവം മാറ്റിട്ടാണോ? അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ ഉറക്കെ വിളിച്ചു നോക്ക്. ആയിട്ട് ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞാ? ആദ്യം ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇടും. ഇതിലാ? എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. കിട്ടുമല്ലോ നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത ഫോൺ കാണുന്നത്. പുതിയതായിരിക്കല്ലേ? സാധനം കൊള്ളാം. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ എന്നാ വില? കിലോ 50. ഈ ഏത്തക്കേക്ക് 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലല്ലേ? നല്ല മുഴുത്ത ഏത്തക്ക വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ? അതാ തന്നെ എന്നാ മതി. ഇവിടെ വില വയ്ക്കാനും പാടില്ലേ? ഷേ, എന്തൊരു നാടാ ഇത്. അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. ഈ കൈ മുഴുവൻ പിള്ളേരോട് ചട ഇറക്കും. ചേച്ചി പേടിക്കണ്ട. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞു തരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാ അത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നേ. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടൻ ഇരിക്കേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ പുതിയ ഒരെണ്ണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടെ പൊയ്ക്കോളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതിയെന്ന് പറഞ്ഞതാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ, ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ ഇവിടുന്ന്. പിഴക്കാണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. നോക്കിയേ, എന്തോ വരുന്നത്. മാറിക്കേ മാറിക്കേ. അതെ അതെ, നീ നിന്നേ. എങ്ങോട്ടേ തള്ളി കയറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ. അതേതായാലും നന്നായി. നമ്മുടെ പൈസയുടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവന് ഇങ്ങനത്തെ ഒരെണ്ണം ഇല്ലല്ലോ. തുണി കഴിയപ്പോ പൈസയുടെ ഒരു കീറിയ പാന്റ് കിട്ടി. ഞാനിങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നീ പാത്രം അവിടെ നിന്ന് കിട്ടിയടാ. മറ്റേതാ സുചേച്ചിയുടെ വാങ്ങിയതാ. മോൻ സുചേച്ചിയെ മൊത്തത്തിലങ്ങ് എടുത്തേക്കുവല്ലേ? അത് ഞാൻ ചുമ്മാ. പൊന്നു വന്നേ, തരാട്ടാ, ശരിയാക്കി തരാട്ടാ. വാടാ. ആ പെണ്ണു വന്ന് കാണും, പിടിച്ചിറക്കടാവനെ. ഒന്ന് വന്നേ. നീ ഇത് എങ്ങോട്ടാ? നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ, അത് ശരിയാണല്ലോ. എവിടെയാ കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ? എടാ അതാണോ? എവിടെ ഇത്? അളയാ കോൾ അടിച്ചു തോന്നണം. എന്താ ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി. ഇവിടെ അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്യ്. ചോദിക്ക്. പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്നത്? ഫ്രണ്ടിലോ? അല്ലേ, ഓപ്പോസിറ്റാ. ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ? മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോണിങ് വന്നേ? ഹലോ, ഒന്നുമില്ല. അല്ല, കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാറിട്ട് സ്കൂട്ടിയില് അല്ലേ?
ഫോൺ കട്ട് ചെയ്തോളൂ കേട്ടോ. അളിയാ സുന്ദരിക്ക് പണി കിട്ടി. എന്താ? ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള. ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കടാ, ഒന്ന് നോക്കടാ. എന്നാ അത് ഞാനല്ല. അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? ഫൈസി, നിന്നെ ഒരുത്തി തല്ലിട്ട് പെടുത്തി ചുമ്മാ നോക്കിക്കാ. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി നമുക്ക് ചോദിക്കാം. വേണ്ട. എന്താ? എന്താ വേണ്ട? അതെന്താ വേണ്ട? എന്താന്ന്? എടാ, 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടി ഒരു പെണ്ണുപോയ 2 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. നിന്നെ ഏതെങ്കിലും ഒരുത്തി തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിൽക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ? എന്താ കാര്യം? എന്താടാ? എന്താടാ? അത് പിന്നെ പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം, അത് വിട്. പോയാലോ? ചേച്ചി നോക്കുമൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. 1000 തരേണ്ടി വരും. 1000 കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടെ കയറിയോ, അപ്പുറത്ത് കിടക്കണം. കയറിയോ, വേഗം കയറിയോ. പോ. പറ്റുമോ? എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തൊലിക്കട്ടി തന്നെ. താങ്ക് യു. വേറെ സാധനം ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും പയ്യെ. ഇങ്ങോട്ട് ഇറങ്ങടാ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവാ സാർ. നിനക്കെന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം അടിച്ചോണ്ടാ? ഇല്ല. ഊതിപ്പിരടോ. ഊതടാ, ഇങ്ങോട്ട് ഊതാ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഇങ്ങെടുത്തേ. ഇങ്ങോട്ട് എടുക്കടാ. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്. എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലതും ആണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രമല്ല ആ സമയം കൊണ്ട് സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ 4 പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രി ആവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തും. ഇവനെ ഇങ്ങ് വാടാ മാക്കാനെ. വേറെ സാധനം കിട്ടിയോടാ? എന്താ ഒരു മിനിറ്റ്. 993742 ഓക്കേടാ. എടാ പേരെങ്ങനെയാടാ? ഷാഫിയോ? എന്താണ് കൂത്ത് ഷാഫി എന്ന് പറയോ? എന്ത് പേരാടാ ഇത്? ഓക്കേടാ, ഓക്കെ. എന്താ ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യാണ്ടായിരുന്നു. ഏതെങ്കിലും ഒരുത്തേക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. നീ ഒന്നും പോയില്ലടാ? സാർ, ലൈസൻസും RC ബുക്കും. ഓ, അതൊന്നും തന്നില്ലായിരുന്നല്ലേ? ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ താങ്ക് യു സർ. ഓ
നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ? ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്. പിന്നെ ആ പേപ്പർ എവിടെ പോയി? ഇതാണോ സാറേ? പടച്ചോനെ, ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോന്നടാ ഇത്? കൂത്തിശാപിയോ? വയ്ക്കോ, എന്റെ കണ്ണുമുമ്പിൽ കണ്ടുപോരുത്. പോടാ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ 21 വയസ്സ് തികഞ്ഞ ആരെങ്കിലും ഇപ്പൊ മായയോടൊപ്പം അപേക്ഷ നൽകണം. അത് വാലിഡ് ആകുന്നതിന് മുമ്പ് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആദ്യക്ക് 21 തികയുമ്പോൾ മായയായിട്ട് ചേർന്ന് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്താ, അതല്ലേ നല്ലത്? എടാ മാത്ത പോടാ, വീട്ടിലെങ്ങനെ പറഞ്ഞ വെല്ലുമിച്ച് ചട്ടകം പിടിച്ചിട്ട് ചന്തിക്ക് വെക്കും. ഒന്ന് സമ്മതിക്കടാ. ഫൈസി സോറിയളേ, ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞ എന്റെ കാമുകാർ ജീവിച്ചിരിക്കില്ല. സാർ ഞാനാ നിന്റെയൊക്കെ പ്രായത്തിലൊരു കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പോ അത് മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചിനാ. അയ്യോ സാറേ, അതല്ല, ഒരു വഴി പറഞ്ഞതാ. ഓ, വഴി. ഈ ഡ്രസ് ഇവനെക്കാളും ചേരുന്ന മോനായിക്കാ. ഈ മാലോടെ ഇട്ടോണ്ടേ വീട്ടുകാർ വെറുതെ തെറ്റിദ്ധരിച്ചോ. എത്തിയല്ലോ തെറ്റിദ്ധരിക്കാനുള്ള ആൾക്കാർ. അവരെന്നെ കണ്ട പ്രശ്നം കൂടുതൽ വഷളാവും. നിങ്ങൾ മാനേജ് ചെയ്തോ, ഞാൻ തൽക്കാലം എസ്കേപ്പ് ചെയ്യാ. മോളെ, നീ എന്താ ഈ കാണിച്ചത്? വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഞാൻ വരില്ല. നിന്നെ പെറ്റ് വളർത്തി ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. നീ എന്ന് മുതലാടി ഇത്രയും സംസാരിക്കാൻ പഠിച്ചത്? ഇവനെ ഈ പീക്കിരി പിള്ളേരെയും കണ്ടോണ്ടാണ് നീ കിടന്ന് തുള്ളുന്നത്. നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? മോളെ, മര്യാദയ്ക്ക് പറയുന്നൊന്ന് കേക്ക്. രണ്ടുപേരും വന്ന് വണ്ടി കയറിക്കേ. വാ മോളെ. അത് പറ്റില്ല, ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ആരാടാ അത് പറയാൻ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ എന്റെ മോളെയും ചെറുക്കനെ വിളിച്ചത്. ഇങ്ങോട്ട് മറിക്കടാ. സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ, കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. ആ, അവരിതുവരെ ഉണർന്നില്ലേ? ആ, ദയവായിരുന്നു. ആ, ഇരിക്കുമോനെ. അല്ല, രാവിലെ രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എന്തെങ്കിലും ചെയ്യണം. ഓഹോ, അപ്പൊ എല്ലാം കരുതിക്കൂട്ടി തന്നെ ആയിരുന്നു അല്ലേ? അച്ഛൻ സമ്മതിക്കുമെന്ന് കരുതിയില്ലല്ലോ, അതാ ഞങ്ങള്. നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? ആ, കഴിച്ചോളാം. നീ അത് ഓഫാക്കി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. ആ, നീ ഇവിടെ ഇരിക്കെ. ഡീ, കുറച്ച് വെള്ളം എടുത്തേ. ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് മോനെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പനോ? അതച്ഛ, ഇവര് നമ്പൂതിരി ഫാമിലിന്ന് വന്നതാണേ. അതുകൊണ്ട് അച്ഛനെ അപ്പാന്നാ വിളിക്കുന്നത്. അവരെവരും അറിയിക്കണ്ടേ? അവരെല്ലാം അമേരിക്കയിലാണ് അച്ഛാ. അമേരിക്കയിലോ? ആ, അതെ. എന്നാ പിന്നെ ആ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ, അത് വേണ്ട അച്ഛാ. അതെന്താ? അത് ആദ്യയുടെ അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞതാ. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ ഇതൊരു നല്ല കാര്യമല്ലേ പറയുന്നേ? ഓൾറെഡി മറ്റൊരു പ്രപ്പോസൽ ആദ്യയുടെ അച്ഛൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ. ഓ, അങ്ങനെയാണല്ലേ. പക്ഷെ കാര്യങ്ങൾ അവരെ അറിയിക്കായിരുന്നല്ലോ. എങ്ങനെയാ? അവരൊക്കെ അടുത്ത മാസം വരുന്നുണ്ട് അച്ഛാ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഓ, അത് ശരി. മോനെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? ഈ ഇഡ്ലിയുടെ മാവിടെ ആട്ടിയതാണോ അതോ വാങ്ങിച്ചാണോ? മാവോ? അതമ്മേ, ആദിക്ക് ഇഡലിന്ന് വെച്ച ജീവനാ. അതാ ചോദിച്ചേ അല്ലേ ആദി?